ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ട ബാലന്മാർക്ക് മതിയായ സൗകര്യമൊരുക്കിയില്ലെന്ന് പരാതി. സൗകര്യങ്ങളില്ലാത്ത സ്കൂളിലാണ് ബാലന്മാരെ പാർപ്പിച്ചതെന്നാണ് ആരോപണം. ഇന്നലെ പുറത്തെഴുന്നള്ളത്തിന് അകമ്പടി പോയ കുത്തിയോട്ട ബാലന്മാർക്കാണ് സൗകര്യങ്ങൾ ഒരുക്കാതിരുന്നത്. വ്രതമെടുത്ത് നമസ്കാരം പൂർത്തിയാക്കിയ ആറ്റുകാൽ ദേവിയുടെ ഭടന്മാരായി പുറത്തെഴുന്നള്ളത്തിന് അകമ്പടി പോയതാണ് ഈ ബാലന്മാർ. എന്നാൽ അവഗണനയുടെയും അസൗകര്യങ്ങളുടെയും നടുവിലായിരുന്നു ഇവർ ഇന്നലെ രാത്രി മുതൽ കഴിച്ചുകൂട്ടിയത്. 12,000 രൂപ ഒരാൾക്ക് നൽകിയാണ് ബാലന്മാരെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഭക്ഷണമോ സൗകര്യമോ ഇവർക്ക് നൽകിയില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു. അപ്പം ഗേറ്റ് അടച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഗേറ്റ് അടയ്ക്കാൻ വരട്ടെ, കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, വെള്ളമൊക്കെ കൊടുക്കണ്ടേ, ഗ്ലൂക്കോസ് ഇരിപ്പുണ്ട്, ഇതെല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകത്തുണ്ട്, നിങ്ങൾ എന്തെങ്കിലും വെപ്രാളപ്പെടേണ്ട, പോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് നീളമില്ലാത്ത കാരണം ഇതിന് മേലോട്ട് നടക്കുന്നത് എനിക്ക് ഇവിടെ കാണാൻ വയ്യ ഇതിനകത്ത്. ഞാൻ വെച്ചെല്ലാം കൊടുക്കുമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് പോയി. അങ്ങനെയും പറഞ്ഞാണ് ഇവർ ഞങ്ങളുടെ ഇന്ന് പൈസകളൊക്കെ മേടിച്ചിട്ടിരുന്നത്. പിന്നെ കയറി ഇറങ്ങി വന്ന് ഞാൻ വന്ന് നോക്കുമ്പം ഇവിടെ ഇങ്ങനെ തളർന്നു കിടക്കും ഈ കുഞ്ഞുങ്ങൾ. കുറേ കൊച്ചുങ്ങളിൽ നിന്ന് കരയുന്നു, അവരുടെ അമ്മമാർ അതിനേക്കാളും നിലവിളികൾ അങ്ങനെ നടക്കും. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലൂക്കോസ് എടുത്ത് കുറച്ച് കൊച്ചുങ്ങൾ കൊടുത്ത്. പിന്നെ ഈ കുഞ്ഞിപ്പോൾ ഉണർന്നതേ ഉള്ളൂ, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ എങ്ങാണ്ട് ഇച്ചിരി അവിലും പഴവും അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് രാവിലെ എങ്ങാണ്ട് കൊടുത്തതാ. രാവിലെ എന്ന് വെച്ചാൽ 8 മണിക്ക് മുമ്പെങ്ങാണ്ട് ഇവർ കണ്ട് കൊടുത്തതാ. പിന്നെ അത് കഴിഞ്ഞാൽ നേർച്ച ചെയ്ത് ഒരുക്കാനും ഒക്കെ ആയിട്ട് കയറ്റുമില്ല, പിന്നെ ഇവർക്കൊന്നും കൊടുക്കത്തില്ല. സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടികളെ തറയിലും ബാത്റൂമിന് പുറത്തും കിടത്തിയെന്നും ഒപ്പമുണ്ടായിരുന്നവർ വ്യക്തമാക്കുന്നു. അവിടെ അപ്പുറത്തെ സൈഡിലൊക്കെ ബാത്റൂമിന്റെ സൈഡിൽ വരെ കുട്ടികളെ കിടത്തിയിരിക്കുന്നു. വളരെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇന്നലെ രാത്രി തൊട്ട് ഇവിടെ വിറയലായിരുന്നു, പല കുട്ടികളും ഇവിടെ കരച്ചിലായിരുന്നു. ഈ കുത്തിയതിന്റെ ഭാഗമായിട്ട് വേദനയുണ്ട് കുട്ടികൾക്ക്, അത് കൂടാതെ ഫുഡും ഇല്ല. അപ്പോൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് ഇപ്രാവശ്യം. വരുന്ന വർഷങ്ങളിലെങ്കിലും കുട്ടികൾക്ക് ഈ അവസ്ഥ ഉണ്ടാകരുതെന്നാണ് ഇവർ പറയുന്നത്. 41 ദിവസത്തെ വ്രതമുള്ളവരാണ് കുഞ്ഞുങ്ങളോട് സംസാരിക്കുകയും അടിക്കാൻ കുളിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായ വൃത്തി ഉണ്ടല്ലോ എന്ന് കരുതി ഇനി ഞാൻ അകത്ത് നടക്കുന്ന പോലെ നമ്മൾ പറയാതിരിക്കാനാണോ? ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി അടുത്ത കൊല്ലം വരുന്ന കുഞ്ഞുങ്ങളെങ്കിലും അമ്മമാർ കൊണ്ടാക്കും, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അതിനായിരിക്കും ദേവി ഇങ്ങനെ ആക്കി തീർത്തെന്നാണ് ഞങ്ങളുടെ തോന്നല്. 501 ബാലന്മാരാണ് ഇത്തവണ ചൂരൽകുത്ത് നടത്തി കുത്തിയോട്ടത്തിന്റെ ഭാഗമായത്. ഇവർക്കാണ് അവഗണന നേരിടേണ്ടി വന്നത്. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ ആറ്റുകാൽ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ തയ്യാറായിട്ടില്ല. ജനം, തിരുവനന്തപുരം.